ലൗലി ബൈൽവാൻ ലൗലി ബൈൽവാൻ ബൈൽവാനെ നീ കളിയിൽ നിന്ന് തോക്കൂടാ. നീ പറഞ്ഞ വാക്ക് നീ മാച്ച് പോലെ കഴിയട്ടെ നിനക്ക് പിന്നെ അത് നമുക്ക് അപ്പം നോക്കാം. ലക്കി കുറച്ചുകൂടി പറയണ. അയ്യോ എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് പിടിക്കാനാവുന്നില്ല. എടാ ഇവിടെ തോൽപ്പിക്കണോ? തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാനം മര്യാദയ്ക്ക് പോകും. അയ്യോ കുറച്ചും കൂടി വെച്ചത്തിൽ അവലി തുളിക്ക്. യെസ് നമ്മളെ നെയ്ച്ചു. ആരാ വിചാരിച്ച ലൗലി ലക്കി നമ്മളെ നെയ്ച്ച്. തണുത്ത് പുറത്ത് കുതാടാ ഇത് ചിച്ചാറുക്കേ ചവാളാ. ജഡ്ഡത്തിന് തോൽപ്പിച്ചിട്ട് കുറിച്ചോ നിനക്ക് മേടിച്ചോ മുറിച്ചോ. ഇതാ പേടിച്ചോടാ വന്നിരിക്കണ് എന്നെ തന്നെ അടിക്കാൻ വേണ്ടിട്ട്. എന്താണിത്? നമ്മളുടെ ആൾക്കാർ എന്നെ പോകാനുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ താഴെ വീണ്. അവിടെ മേലെന്നതോ എടാ ഇത് എയർപ്ലെയിൻ അല്ലേ? ഇവിടുന്ന് ബോംബ് ഇടുന്നുണ്ട്. അതോടെ 2 എയർപ്ലെയിൻ മേലെ പറക്കുന്നുണ്ടാക്കി. ബാബാ കാലിൽ കയറി. നമ്മളെ സിറ്റിക്ക് എന്താ ഒരു പ്രശ്നം വന്നു. പെട്ടെന്ന് കയറി ഞാൻ വീട്ടിൽ പോവും. ഓക്കെ പെട്ടെന്ന് കയറി. ഓക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ എസ്കേപ്പ് ആവണം. ഓക്കെ എന്നാലും നമ്മൾ സിറ്റിയിലോട്ട് എന്തിനാ വരുന്നത്? ഇതൊക്കെ വിടുക. നമ്മൾ വീട്ടിൽ പോയിട്ട് ന്യൂസ് നോക്കണം. അയ്യോ ഓക്കെ എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് പോടാ. ജീവൻ വേണമെങ്കിൽ പോയിക്കോ. ഞാൻ വിചാരിച്ചത് അവർ എൻ്റെ മേലെ മാത്രമേ ബോംബ് എറിയുന്നുണ്ടോന്ന്. കാരണം അവൻ എല്ലാ ആൾക്കാരും മേലെയും ബോംബ് എറിയുന്നുണ്ട്. ഇവൻ്റെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാ. ഓക്കെ അവരിപ്പോൾ ഓക്കെ അവൻ കടന്നുപോയി. ഓക്കെ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടുണ്ട്. ഓക്കെ അവനെൻ്റെ കടന്നുപോയി കേട്ടോ. ശരി നമുക്കിപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകാം. ഇനി അധിക സമയമൊന്നും നമുക്കിവിടെ നിൽക്കാൻ പറ്റൂല. ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ ഗൈസ് നല്ലവണ്ണം തന്നെ എല്ലാ ബോംബ് എറിയുന്നുണ്ട്. എന്നാലും എന്താണ് ഇതിൻ്റെ ഒരു മിസ്റ്ററി? നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ കാറിനാണ് കുറച്ച് പ്രശ്നമില്ല. ജീവനുണ്ടല്ലോ. ഓക്കെ നമുക്കിപ്പോൾ തന്നെ പോയിട്ട് നോക്കാം. ഓക്കെ വാടാ. എവിടെ പോ? ടി വി എടുത്തു. ആ ടി വിയിലുണ്ട്. ഓക്കെ ന്യൂസ് വെക്ക്. നിങ്ങളിപ്പോൾ ഇപ്പൊ തന്നെ സിറ്റി വിട്ട് പോകുന്നതായിരിക്കണം. ഇപ്പോ നമ്മുടെ ഈ ലോസ് ആൻഡോസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എനിമീസായ കഴിഞ്ഞ നാട്ടിലെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിറ്റിയിലോട്ട്. ഇപ്പൊ ഈ ബോംബുകളൊക്കെ അനുസരിച്ചിട്ട് ഈ നമ്മൾ ചാവും. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാരും വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോവുക. എന്ത്? ഓക്കെ അങ്ങനെ പറയുന്നത്. ഓക്കെ ഇപ്പൊ പുതിയൊരു ന്യൂസാണ് കിട്ടിയത് ജനങ്ങളെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ന്യൂസ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ബോംബ് എറിയാൻ പോവാണ്. മിലിറ്ററിക്കാര് എല്ലാ ആൾക്കാരും ചേർന്നിട്ട് ആറ്റം ബോംബ് മാത്രം നമ്മൾ ലോസ് ആൻഡോസ് സിറ്റിയുടെ മേലെ വീഴാം. പിന്നെ ലോസ് ആൻഡോസ് സിറ്റിയുള്ള ആ ഭാഗം തന്നെ അറിയില്ല. ഇപ്പൊ തന്നെ ജനങ്ങൾ ഇപ്പൊ തന്നെ സിറ്റി വിട്ട് പുറത്തോട്ട് ഇറങ്ങണമെന്ന് താഴ്മയോട് കേട്ടുകൊള്ളിക്കുക. പ്ലീസ് എല്ലാ ആൾക്കാരും പുറത്തോട്ട് പോയിക്കൊള്ളുക ഇപ്പൊ തന്നെ. ലക്കി അപ്പോൾ നമ്മൾ സിറ്റി വിട്ട് പോകണ്ട. നമുക്ക് എന്താ ചെയ്യുക? ഇപ്പോൾ സിറ്റിക്ക് ഇപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യണം ഒരിക്കലും. നമ്മൾ നാടിച്ചു വന്ന പ്രശ്നം നമ്മളെ തീർക്കേണ്ടത്. ഞാൻ മൈക്കിൾ ട്രെവറെ നമ്മൾ സിറ്റിയിലോട്ട് ഒരു വലിയ പ്രശ്നമാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട്ട് വാ. മിലിറ്ററി ബേസിൽ വന്നിട്ട് ചെയ്യാൻ എല്ലാം പറയാം. പെട്ടെന്ന് വാടാ. എനിക്ക് പ്രശ്നമാവും. നിങ്ങൾ ന്യൂസൊക്കെ കണ്ടാ ഇപ്പോൾ ആറ്റം ബോംബ് നമ്മൾ ഇത് വീഴാൻ നോക്കുന്ന ആ കട്ട് ചെയ്താ. ഓക്കെ അവർ വന്നോളും. ലക്കി വാ നമുക്കിപ്പോൾ തന്നെ പോവാം. ഓക്കെ വാ നമുക്കിപ്പോൾ തന്നെ പോകാം കേട്ടോ. മിലിറ്ററി ബേസ് പോയ ശേഷം നമുക്ക് കുറച്ച് തെളിവുകൾ കിട്ടും. വാ പെട്ടെന്ന് വാ. നമുക്ക് ഈ നാടിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരു വഴിയുമില്ല. ഓടേണ്ട തന്നെ. അയ്യോ എന്താണിത്? അയ്യോ ഇവിടുത്തെ ട്രാഫിക്
എന്താണ് ഇത്രയ്ക്ക് അധികമായിരിക്കുന്നത്? ഈ ട്രാഫിക്കിന് ഇടയിലൊക്കെ പോയാ ആ ആക്റ്റീവ് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് വീണോ തോന്നണത്. നമുക്കിപ്പോൾ ഈ ഷോർട്ട് കട്ട് വഴി പോവാം, ഈ കാട് വഴി. ഓക്കെ, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും പോയിട്ട് നമുക്ക് എത്തണം. അതേ വേണ്ടു ഇപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് മറക്കറേ. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പ്ലീസ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഓക്കെ, മെല്ലെ നമുക്ക് പോകാം കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വരുന്ന വഴി കുറേ ആറ്റം ബോംബൊക്കെ വന്നിനി. നമുക്കിപ്പോ ഇവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കാം. വരെ ഓക്കെ, നമുക്കിതാ. അയ്യോ, വണ്ടിയൊക്കെ പോയില്ല, പ്രശ്നമില്ല. വണ്ടി പോയ പ്രശ്നമില്ല. എന്റെ മേലെ കയറാൻ പറ്റുന്നില്ല. കാറിന്റെ വഴി കയറാം. ഓക്കെ, നേരത്തേക്ക്. ഓക്കെ, ഇന്ന് നമുക്ക് ലവ്ലിയുള്ള സ്ഥലങ്ങളെ കുറിച്ച്. ഓക്കെ, എന്താണോ ലോലി പറയുന്നു? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ, നമുക്കിപ്പോ പോയിട്ട് നോക്കിക്കളയാം ഈ എന്തോ ഇവൻ ചെയ്യുന്നതെന്ന്. ഓ, മേലൊക്കെ പേരപ്പളും പറക്കല്ലേ. ടി വിയിലുണ്ടോ ന്യൂസും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ. ഓക്കെ, ഇപ്പൊ ഈ ട്രവറിന്റെ ഏരിയ മാറ്റി എന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നാളാ. നിനക്കൊക്കെ ഇൻട്രാ കുറിച്ചോ? ഓക്കെ, അവൻ താഴെ വീട്. ഇനി ഇവൻ വന്നാലും ഞാനവനെ ഷൂട്ട് ചെയ്തു. ഈ ട്രവറിന്റെ ഏരിയ പോയിട്ട് എവനും ജീപ്പിലോടെ പോയിട്ട് വിടുകയായിട്ട് വീടാ. ഓക്കെ, ഇവരും വീണ് കിടക്കാണ്. ഇവരും വീട്. അയ്യോ, എന്താണ് നേരെ കൊറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അറിയാണ്ട് ടച്ച് ആവും തോന്നുന്നത്. ഓടാ എടാ, അവൻ പോയിക്കോളൂ. നമുക്കിപ്പോ ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ഓക്കെ, വണ്ടി എടുക്ക് കൊണ്ടിരിക്ക്. ഓക്കെ, നമുക്കിപ്പോ തന്നെ എടുത്ത് എസ്കേപ്പ് ആയോ? എസ്കേപ്പ് ആയിട്ടില്ലെങ്കിൽ ഇത് നമ്മള് കാര്യം തീരുമാനമാവും. നമുക്ക് ലവ്ലി പറഞ്ഞ പോലെ മിലിറ്ററി ബേസിൽ ഒന്ന് പോവാം. മിലിറ്ററി ബേസിൽ വന്നാൽ നമുക്ക് എന്തോ നടക്കുമെന്നറിയാം. അയ്യോ, ഞാൻ പോയല്ലോടോ. പൂച്ചിട്ടോ. ഓ, യെസ്, നമുക്ക് എങ്ങനെയൊക്കെയോ ഇവിടുന്ന് രക്ഷപ്പെടണം. ആ മുട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ ലാൻഡ് ചെയ്ത്. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് നേരെ പോവാം. ഓക്കെ, പ്രശ്നമില്ല. ലവ്ലി അത് വരുത്ത്. മൈക്കിൾ ട്രവർ വന്നോ? ശരി, വാ, നമുക്ക് ഇത്ര പോയിട്ട് മേയർ എന്തായാലും നമുക്ക് മേയറോട് ചോദിച്ചു നോക്കാം. പെട്ടെന്ന് വാ മൈക്കിൾ ട്രവർ. ഈ നാട്ടിൽ അത് നടക്കുന്നത് നമുക്ക് ഫുള്ളായിട്ട് അറിയണം. ഫുള്ളായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് ഇറങ്ങാനേ എപ്പോഴാണ് പറ്റുക. വരും, നമുക്കിപ്പോൾ തന്നെ പോയിട്ട് വരാം. ഓക്കെ, ശരി, പോട്ടെ, വാ. ഓക്കെ, ഇതൊന്ന് ലൈൻ കൂടി നിൽക്കുന്ന എല്ലാ ആൾക്കാരും. അത് അവിടെയാണ് മേയറുള്ളത്. മേയറെന്ന് സംസാരിക്കുന്നത്. ഇവിടെ മിലിറ്ററി കാർ, പിന്നെ ടാങ്ക് കാർ, പിന്നെ എയറോപ്ലെയിൻ കാർ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഹെലികോപ്റ്റർ, ഇവരൊക്കെ ചേർന്ന് നമ്മൾക്ക് ചേർന്നിപ്പോൾ തന്നെ നമ്മൾ സിറ്റിയിൽ അയൽ രാജ്യത്തിൽ രക്ഷപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും റെഡിയാണെന്ന് തോന്നുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് രക്ഷപ്പെടുത്തണം. ആറ്റം ബോംബ് താഴെ ഇറങ്ങുന്ന മുമ്പ് നമുക്ക് സിറ്റി രക്ഷിക്കണം. അപ്പോൾ റെഡിയല്ല സോൾജേഴ്സ്? എന്താണിത്? അതിലെന്തോ ശബ്ദം വരുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാരണമായിരിക്കും. പോയിട്ട് നോക്കിട്ട് വരാം. നമുക്കിപ്പോ തന്നെ പോയിട്ട് വരാം. മൈക്കിൾ ട്രവർ, എന്തോ മേയർ അവിടെ പോയി. ഈ നടുവിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ തന്നെ പോകാം. നമുക്ക് ആ മിസ്റ്ററി ഇപ്പം തന്നെ കണ്ടുപിടിക്കണം. വരൂ, പെട്ടെന്ന് വരൂ മൈക്കിൾ ട്രവർ. ശരി, ഇപ്പം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഓക്കെ, കയറി എങ്ങനെയെങ്കിലും കയറിയിട്ടെങ്കിൽ പോകും. ഓക്കെ,
ഇതാണ് മിലിറ്ററി ബേസിനകത്തോട്ട് പോകുന്ന വഴി. ഓക്കെ, നീ ഇപ്പൊ വല്ല ഇവിടെ ചാവുമ്പോ പേടിയിരിക്കുന്ന വേറെ വല്ല അടുത്ത് പോയി സംസാരിക്കുന്നു. ഇതാ പിടിച്ചോ, നീ കേടണം മതി എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അവരൊക്കെ 15 രൂപ കിട്ടി. 15 രൂപയോട് നമ്മളെന്താ ചെയ്യാൻ പോകും? ഈ ഇവിടെ വല്ലതുണ്ടോ? ഇവിടെയും ഇല്ല. ഇത് എവിടെ പോയി? ഇത് എവിടെ പോയിന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഞാൻ ചോദിച്ചു, മേയർ ഈ ലിഫ്റ്റ് വഴി മേലോട്ടേക്ക് പോയി. ശരി ബാബാ, നമുക്ക് ഈ ലിഫ്റ്റ് വഴി മേലോട്ടേക്ക് ഒന്ന് പോവാം. ഓക്കെ, ലിഫ്റ്റ് നോക്കി. ഓക്കെ, നമുക്ക് മുമ്പിൽ പോകാം. ശരി വാ, നമുക്കിപ്പോൾ തന്നെ മേലോട്ടേക്ക് പോവാം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ മേലോട്ടേക്ക് പോയിട്ട് അതിൻ്റെ തലമുറ മിസ്റ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, എത്ര സമയം എടുക്കുന്നൊന്നും പെട്ടെന്ന് ആയിക്കോളൂ. ഓക്കെ, തുറന്ന് വാ, നമുക്ക് പോവാം. ഇനി അപ്പുറത്ത് പോകാൻ തോന്നണം. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇത് സെക്യൂരിറ്റി തോന്നണം. ശരി വാ, നമുക്ക് ഇതിൻ്റെ മേലെ കയറി നോക്കാം. ഇതിൻ്റെ മേലെ ലിഫ്റ്റ് പോകില്ലെന്ന് തോന്നുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ തന്നെ മേയറുണ്ട്. ശബ്ദം ഉണ്ടല്ലേ? നമുക്ക് കേൾക്കാം. ഓക്കെ, ഇപ്പോ അതിലൊരു പ്രശ്നമുണ്ട്. ആറ്റം ബോംബ് താഴോട്ടേക്ക് വരുന്നതാണ്. പക്ഷേ ആറ്റം ബോംബ് താഴെ ഇട്ടിപ്പോ ആറ്റം ബോംബ് എന്താണ് ഇപ്പോൾ നമ്മൾ സിറ്റിന്റെ പേരെയാണ് വന്നിരിക്കുന്നത്. ആറ്റം ബോംബ്. ആ ആറ്റം ബോംബ് നമുക്ക് തടയാൻ എങ്ങനെയായാലും പറ്റും. പക്ഷെ അത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മെമ്പേഴ്സ്, ഇപ്പൊ നമ്മളെ ആകാശത്തിന്റെ മേലെയാണ് അത് പറക്കുന്നത്. അതിപ്പോ എപ്പോ വേണമെങ്കിലും അത് താഴെയിടാൻ നമ്മളെ ഇപ്പൊ തന്നെ അവർ ആ ആറ്റം ബോംബിന് താഴെ ഇട്ടു. ആ താഴെയിട്ട ആറ്റം ബോംബ് ഇപ്പൊ തന്നെ താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് തടയണം. പക്ഷെ നമുക്കിത് പറഞ്ഞൊരു നല്ലതുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം ബോംബ് താഴോട്ടേക്ക് വരാൻ കുറച്ച് സമയം പിടിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പാരഷൂട്ട് കെട്ടിയിന്. ആ പാരഷൂട്ട് എങ്ങനെയായാലും താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. ആ പാരഷൂട്ട് മാത്രം വിട്ട പിന്നെ ഈ ഒരു ചീത്തതുണ്ട്. ആ പാരഷൂട്ട് മാത്രം വിട്ട അത് റെഡിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൃഷ്ടിക്കുകയും അത് പൊട്ടും. പക്ഷെ അതെ, ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് ആർക്കും അറിയണ്ട. നമ്മൾ തന്നെ ഇത് നേരിട്ട് ജീവൻ പോകുന്നതേ പോട്ടെ. ഓക്കെ, എടാ എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മേയർ, നിങ്ങൾക്ക് ഇതൊന്നും ജനങ്ങളടുത്ത് പറയാത്തത്. നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ചിലപ്പോൾ വീണ നീ ഓടോ? ഇവരൊക്കെ അകത്ത് കേട്ടത്. ഇവര് പുറത്തോട്ടിട്ട് അതിന്റെ പുറത്തോട്ടിട്ടാ പിന്നെ ഞാനത് ജനങ്ങളടുത്ത് പറ്റി പറയും. മെല്ലെ പറയുന്നു. ഞാൻ പറയുന്നു മെല്ലെ കേട്ടോ. നമ്മളെ ഈ സിറ്റിയിൽ വന്ന ഈ പ്രശ്നത്തിന് നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. എന്താണ് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക്. എന്തൊക്കെയാ പറയുന്നത് എനിക്ക്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നോ? ഇത്രക്ക് ആർമി മെമ്പേഴ്സൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അതിന് തടയാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ തടയും? എന്നാലും നിൻ്റെ അകത്ത് ഒരു വീരനെ കാണുന്നുണ്ട്. ആ വീരനെ കൊണ്ട് നീ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ പോയിട്ട് നമുക്കിപ്പോൾ നശിപ്പിക്കണം. മൈക്കിൾ ട്രവർ, നമുക്ക് ഒന്നിച്ച് പോവാം. നോക്കിയടോ, ഞാനും വരത്തില്ല. ട്രവർ, നീ എടുത്ത് നിന്നോ. നമുക്ക് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് വെപ്പൺസ് തരാം. ആ വെപ്പൺസിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുമോ നോക്കുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരും എന്നോടൊപ്പം. അതുകൊണ്ട് ഈ നാടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ശരി ആർമി മേയർ, ശരി നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. നല്ല ഹാർഡ് വർക്ക് ഇട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളപ്പോൾ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കറേ. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്കിപ്പോൾ തന്നെ നോക്കണം. നമുക്ക് കുറേ വെപ്പൺസ് ഉണ്ട്. ആ വെപ്പൺസോട് നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുമോ നോക്കണം. ശരി വാ, നമുക്കിപ്പോൾ തന്നെ പോവാം. അല്ല, ട്രവർ നീർത്ത് നിൽക്കും. അതുകൊണ്ട് ജോലി വരാൻ കൂടാം. ശരി വരും, നമുക്കിപ്പോൾ തന്നെ എവിടെ പോവാം. ഓക്കെ, പെട്ടെന്ന് വരും. നമുക്കിപ്പോൾ തന്നെ എവിടെ പോവാം. നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോവാം. ലക്കി വാ, നമുക്കിപ്പോൾ തന്നെ പോവാം. ലക്കി വാ, ലക്കി നീ ഇവിടോട്ട് പോയി എനിക്ക്. ഓക്കെ വാ, നമുക്കിപ്പോൾ തന്നെ താഴോട്ടേക്ക് ഇറങ്ങാം. വരും. ഓക്കെ, നമ്മളപ്പോൾ പെട്ടെന്ന് വരും. ഓക്കെ, ഇവിടുത്തെ ഓക്കെ മേയർ, എന്താണ് നിങ്ങൾ അടിച്ചിട്ടൊക്കെ പോകുന്നത്? സൂർ വരും. എന്തോടോ, കുറച്ച് സമയമെങ്കിലും നമുക്ക് രക്ഷിക്കാൻ നോക്കുക.
എന്താ റോഡൊക്കെ രക്ഷിച്ചത്. വാ 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 വാ, നമുക്കിപ്പോൾ വരെ പോയിട്ട് വെപ്പൺസ് കളിക്കാം. ഇതോ ഇവിടെ നോക്കൂ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള പടകൾ. നിങ്ങൾ ഈ യുഗത്തെ ഏറ്റവും വലിയൊരു എയർപ്ലെയിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് ഓടിക്കാൻ കുറച്ച് പ്രയാസമാണ്. എനിക്ക് തന്നെ അത് ഓടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എവിടെയും ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ മാർബി മെമ്പേഴ്സ്, നിങ്ങളിപ്പോൾ പോയിട്ട് എല്ലാ ആൾക്കാരെയും രക്ഷിക്കാൻ നോക്കി. ചിലപ്പോൾ നമുക്ക് പറ്റും നോക്കാം. മൈക്കിൾ ട്രവർ, നിങ്ങൾ ഈ വണ്ടി എടുത്തു. ഈ വണ്ടി ജയിച്ച വണ്ടിയാണ്. ഇത് എയറോപ്ലെയിൻസ് ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള രസം ഉണ്ടാവും. ഓക്കെ, ഞാൻ തന്നെ എടുത്തോളാം. ശരി 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 ഗൈസ്, ഓക്കെ ഓക്കെ, വാ 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 വാ. നിനക്ക് വേണ്ടിയുള്ള എയർപ്ലെയിൻ കാണിച്ചിരുന്നു. പക്ഷെ അത് കുറച്ച് പാടാണ്. ഇതാണത്. ഇത് കുറച്ച് പാടാണ്. ഇനി എനിക്കത് ഓടിക്കാൻ കുറച്ച് പാടായിട്ട് ഒരു വിഷയമാണ്. നീ മര്യാദക്ക് ഓടിക്കണത്. അതാണ് നീ ചെയ്യേണ്ടത്. അല്ലാതെ വേറൊന്നും ചെയ്യണ്ട. മനസ്സിലായോ? ഓക്കെ, നീ പോയി വണ്ടി ഒന്ന് എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. പെട്ടെന്ന് നോക്കണം ഫാമിലിനെ. സമയമൊന്നുമില്ല. ശരി, ഞാനിപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഓടിക്കാൻ പോവാണ്. നമുക്ക് ഓടിക്കാം. മൈക്കിൾ ട്രവർ, നിങ്ങൾ ആവുന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുത്തിട്ട് വേറെ കുറേ എയറോപ്ലെയിൻസിനെ നശിപ്പിക്കും. ഞാനിപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നശിപ്പിക്കാൻ നോക്കാം. ഓക്കെ, കയറിയുണ്ട്. ഓക്കെ ഓക്കെ, ഈ നാടിന് വേണ്ടി ഞാൻ എന്തായാലും ചെയ്യും. തന്നെ ഞങ്ങൾ ചെയ്യും. ഓക്കെ, ഇത് എയർപ്ലെയിൻ ഓടിക്കാൻ പറ്റുമെന്നറിയില്ല. ഈ കൺട്രോൾ കിട്ടുന്നത് ബ്രേക്ക്. ആഹാ, ഈ എയർപ്ലെയിൻ എനിക്കല്ല, അവരും ഓടിക്കാൻ പറ്റൂല. എന്ത് എയർപ്ലെയിനോടാ ഇത്? ശരി, നമുക്ക് വേറെ എന്തെങ്കിലും എയർപ്ലെയിൻ ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇത് വീടിന് പോലെ പോയി. ഇപ്പോൾ തിരിച്ചു വന്ന് നോക്കിയോട്ടെ. എന്താടാ ഇവർക്ക് ഓടിക്കാൻ പറ്റാത്ത എയർപ്ലെയിൻ ആരെങ്കിലും ഓടിക്കാനാ? ഇപ്പോൾ എന്നെ വിജയത്തെ വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഹെലികോപ്റ്റർ ഒന്നും വേണ്ട, നമുക്ക് പ്ലെയിൻ തന്നെ വേണം. ഇവിടെ വേറെ പ്ലെയിന് വേറെ പ്ലെയിനില്ലല്ലോടാ. പ്ലെയിന് ഇത് ഇവിടെ തന്നെ വേണം. ഓക്കെ, വരൂ, നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇത് കുറച്ച് കംഫർട്ടായിരിക്കും. ഞാനിങ്ങനത്തെ കുറേ പ്ലെയിൻ ഇതൊന്ന് അടിച്ചു മാറ്റിയിനി. പ്രശ്നമില്ല, നമുക്ക് ഈ പ്ലെയിനോട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇപ്പം തന്നെ ഇത് ഇറക്കാം. ഓക്കെ, ഞാനിപ്പോൾ പോവാണ്. മൈക്കിൾ ട്രവർ, നിങ്ങളിപ്പോൾ ആ മറ്റ് ജെറ്റുകളൊക്കെ നിങ്ങൾ നശിപ്പിക്കൂ. ശരി, എന്നപ്പോൾ ഈ കുറേ മിസൈലൊക്കെ വിടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാരട്ടോ നമ്മൾ പിന്നീട് വരുന്നത്? ആരെന്നറിയില്ല. ഇപ്പം എന്നെ തന്നെ പോയിക്കോ. അത് ഫയർ ചെയ്യുന്നുണ്ട്. അവൻ ഇതെങ്ങനെയാണ് നമ്മളെ നാട്ടിലെ ആളാവൂല. കാരണം അവർക്കൊക്കെ പറഞ്ഞ് നമ്മളിത് എടുത്തു പോകുന്നത്. അപ്പോൾ ഇത് അവർ തന്നെയായിരിക്കും. എതിരെ നാട്പട രാജ്യം നിന്നെ വെറുതെ വിടത്തില്ല. ഈ രാജ്യത്തെ പേര് എന്തെങ്കിലും ഇനി കുറച്ച് സമയം കൂടി പോയാൽ ഇത് പൊട്ടിത്തെറിക്കുന്ന തോന്നുന്നത്. എങ്ങനെയെങ്കിലും അതിനെ ഫൈറ്റ് ചെയ്യണം. നമ്മൾ മുന്നിൽ പോയി ഇത് പിടിച്ചോ. അയ്യോ, ഫയർ കിട്ടുന്നില്ല ഇനി. ഫയർ നല്ലോണം കിട്ടണം. എങ്ങനെയും കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, കിട്ടി. ഓക്കെ, അതും പോയി കേട്ടാ. യെസ് ഗൈസ്, നമ്മളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി മൈക്കിളും ട്രവറും അവർ കാര്യം ചെയ്തോളൂ. ഞാനിപ്പോൾ ബോംബ് എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ ചെയ്യട്ടെ. പോയിട്ട് മൈക്കിൾ കാര്യം ചെയ്താൽ. ഓക്കെ, ഓളോ, നമുക്കിപ്പോൾ തന്നെ പോകാം അങ്ങോട്ടേക്ക്. ഞാനിപ്പോൾ വണ്ടി ഓടിക്കാം. ട്രവർ, ഞാൻ വണ്ടി ഓടിക്കാം. നീ പോയിട്ട് അത് കൺട്രോൾ കൺട്രോൾ. ഓക്കെ, ഓക്കെ, വരും, നമുക്കിപ്പോൾ തന്നെ പോവാം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ ഇവിടെ വിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടോ. ട്രവർ, നീ റെഡിയല്ലേ? എപ്പോഴും റെഡി. നീ ഇത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലേ മൈക്കിൾ? ശരി, നമ്മൾ ഒന്നിച്ചേർന്നിട്ട് നമ്മൾ ഇത് സിറ്റിയെ നശിപ്പിക്കുന്നതിൽ രക്ഷിക്കും. ഓക്കെ, നീ പെട്ടെന്ന് പോകും. എനിക്കോ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും പെട്ടെന്ന് കൊല്ലണം. നീ പെട്ടെന്ന് പോ. ശരി, ഈ വണ്ടിയുടെ സ്പീഡ് ഇത്രക്കേ ഉള്ളൂ. ശരി, നമുക്ക് ഈ അടുത്തെത്തി നമ്മൾ എനിമീസ് ഒന്നും ഇവിടെ വരില്ല. അപ്പൊ നമുക്ക് വരെ സിറ്റിയുടെ നടുവിൽ പോകാം. അവിടെ കുറെ ജനങ്ങളുള്ളതുകൊണ്ട് അവിടെ വരും. ശരി, നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ പോയി കളയാം. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോയി കളയാം. ഇതാണ് സിറ്റിയുടെ നടുവിൽ വന്ന സ്ഥലം. ഇവിടെ വല്ല പ്ലെയിൻ ഉണ്ടോ നോക്കിയിട്ട് എനിക്ക് വണ്ടി എടുക്കുന്നതുകൊണ്ട് നോക്കാൻ പറ്റൂല. ഞാൻ നോക്കിക്കോളാം. മൈക്കിൾ, വരുന്നുണ്ട്. ഇവിടെ നിർത്തിപ്പോ. ഓക്കെ, ഞാൻ നിർത്തിയിട്ടുണ്ട്. നീ ഇപ്പോ സ്കോപ്പിട്ട് നോക്ക്. ഇതൊക്കെ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ മൈക്കിൾ? ഇനി ആൾക്കാരൊക്കെ കൊല്ലും. ഓക്കെ, കുറച്ച് ആൾക്കാരെ കൊല്ലി കിട്ടാ. ശരി, ഒരു പ്ലെയിൻ വരുന്നുണ്ട്. അത് പിടിച്ചോ. ഇതോ പിടിച്ചോ. മര്യാദക്ക് ഷീറ്റിൽ നിൽക്കണോ.
അയ്യോ ഇവന് ഏതൊക്കെ ഷേപ്പിലാ ഓടുന്നു നിർത്തൂലോ. അയ്യോ ഇവനെ പ്ലെയിനാണെങ്കിൽ കുറച്ച് പവറാണ്. നമുക്ക് വേറൊരു പ്ലെയിൻ വരുന്നുണ്ട്, ആ പ്ലെയിൻ നോക്കാം. അയ്യോ ഈ പ്ലെയിനെന്താ പറ്റിയ മജാക്ക് അടിക്കാൻ വരെ പറ്റുന്നില്ല. ഒറ്റ അവനെ കയറി കിട്ടിയാൽ മതി, പിന്നെ അവന്റെ കാര്യം തീരുമാനം. ഓ ടെസ്റ്റ് മിസ്, ഓ രക്ഷപ്പെട്ട്. ഒരു പ്രാവശ്യം മിസ്സാവാ. എന്തോടാ നീ ചെയ്ത്? നീ ഇവിടുത്തെ നീക്ക്, ഞാൻ പോയിട്ട് ചെയ്യട്ടെ. നിക്കുമായിക്കോളൂ, അവനൊരു സ്ഥലത്ത് നിൽക്കട്ടെ. പിന്നീട് ആ കിട്ടി കിട്ടി കിട്ടി, ഓന് കിട്ടി മോനെ. ഓനിപ്പോ താഴെ അത് ഉറപ്പാണ്, എനിക്കറിയാം. ഞാൻ അവന്റെ മേലെ ഞാനിപ്പോ ഫയർ കിട്ടിനെ, അപ്പൊ അവൻ താഴെ വീഴും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ താഴെ വീണ് കഴിഞ്ഞു. അത് പക്ഷെ വേറൊരു പ്ലെയിൻ കൂടിയാ വരുന്നുണ്ട്, അവനും ചെയ്യും. ഓക്കെ ഞാൻ ചെയ്തോളാം. എടാ വെറുതെ നിക്കടാ. ഓക്കെ അവനും ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 2 ടിക്കറ്റ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി പ്രശ്നമില്ല. ശരി, നമ്മൾ കാര്യം നമ്മളെ ഇനി നമ്മൾ കൂട്ടുകാരൻ അവന്റെ കാര്യം ചെയ്ത സൂപ്പറായിരിക്കും. ശരിയാണ് മൈക്കിൾ. നമുക്കിപ്പോ അതോ അതോ വേറൊരു പ്ലെയിൻ കൂടി വരുന്നുണ്ട് മൈക്കിൾ. ആ പ്ലെയിൻ ഏതാണ്? ആ പ്ലെയിൻ എവിടെന്നാ വരുന്നത്? അറിയില്ലല്ലോ പ്ലെയിൻ ആരാന്ന്. അതന്നെ ട്രവർ. ആ പ്ലെയിനെ കൂടി ഫയർ ചെയ്. ഓക്കെ 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 മൈക്കിൾ, ഞാൻ ഇപ്പൊ തന്നെ ഫയർ ചെയ്യാം. അയ്യോ വെറുതെ നിക്കടോ ഒരു സെക്കൻഡ് നിക്കടാ. ഒരേ ഒരു സെക്കൻഡ് നിന്നാ ഞാൻ അവനെ കൊല്ലിപ്പോ തന്നെ. ഓക്കെ അവൻ താഴെ വീണ്. ഓക്കെ നമ്മൾ അടിച്ചതിന് താഴെ വിടും കേട്ടോ. ഓക്കെ അവൻ എങ്ങനെയൊക്കെ നമ്മൾ നശിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് കോൾ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. അതേ ട്രവർ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നോക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബൈക്ക് കുറേ ആൾക്കാരെ ബൈക്ക് കൊണ്ടിരുമ്പോൾ കുറേ ആൾക്കാരെ കൊന്നു. താഴെയാണുള്ളത്. നമുക്കിപ്പോൾ പോയിട്ട് നമ്മളെ പണി നോക്കാം. ശരി, അത് എവിടെ വരുന്ന സെൻറ്ററിലാണ് വരിക. നമ്മൾ സെൻറ്ററിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു മുഖ്യമായ വാർത്ത, ആ പാരഷൂട്ട് അത് കട്ടായിപ്പോൾ. ഇനിയിപ്പോൾ അത് വേഗത്തിലാണ് വരുന്നത്. ആകാശത്ത് പൊട്ടിച്ചാൽ അതിൻ്റെ പിൻവലികൾ നമ്മൾ ഭൂമിൻ്റെ മേലെ എങ്ങനെ വീഴും. നീ ഇപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിച്ച് കൊടുത്തുള്ളൂ ലൗലി. എന്ത്? അതിൻ്റെ വിട്ടാ? അതെ, ഞാൻ കാണുന്നുണ്ട് അത് വിടുന്നത്. ഇപ്പം അതിനെങ്ങനെയെങ്കിലും നമുക്ക് തടുത്ത് നിർത്തണം കേട്ടോ ഗൈസ്. പക്ഷെ നമ്മളെങ്ങനെ തടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെടും. അതൊക്കെ എനിക്ക് നാലേക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാലും എനിക്ക് തടയാൻ പറ്റുന്നില്ല. ഷൂട്ട് ചെയ്തൊരു കാര്യമില്ല. നമ്മുടെ പ്ലാൻ ഫെയിലിയറായി. പക്ഷെ ഇതിനെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അത് മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇതിനും അത് താഴോട്ടേക്ക് ഇറങ്ങിയാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ലക്കി, എൻ്റെ വീട് എല്ലാം പോയി കളയും. ഞാൻ ഒരിക്കലും അതിനെ വിടൂല. എൻ്റെ ജീവൻ കൊടുത്തിട്ടെങ്കിലും ഞാനിത് തടയും. അപ്പോൾ എന്താ ചെയ്യാൻ പോകുമെന്ന് നിങ്ങൾക്കറിയില്ല. ഇതാ നമ്മൾ ഫ്രണ്ട് ചോദിച്ചു, അത് പൊട്ടിത്തെറിച്ചു. അതോടെ നമ്മളെ എന്നാലും അത് അതിലൂടെ നമ്മളെ ലവ്ലി നശിച്ചു. ഞാൻ പോയെന്ന് വിചാരിച്ചോ നിങ്ങൾ? അയ്യം തള്ളയ്യൻ, ഇതാ ഇറങ്ങടാ. അത് പോയിട്ട് വീഴട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ജീവിതം നല്ല ചുറ്റിയിട്ടുണ്ടല്ലോ. അതിൻ്റെ പിൻവലിക്കാൻ നമ്മൾ വേറെ വീടിന് മുമ്പ് താഴോട്ടേക്ക് ഇറങ്ങണോ? ഓക്കെ, താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പാരഷൂട്ട് ഓണാക്കടാ പ്രാങ്ങളിലേ. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങട്ടെ, പാരഷൂട്ട് ഓണാക്കാം. ഓക്കെ, ഇത്തന്നെ പാരഷൂട്ട് ഓണാക്കാനുള്ള കറക്റ്റ് ടൈം ഓണാക്കി. എന്നാലും മുമ്പിൽ ഒരു മരമാണല്ലോ ഉള്ളത്. മരത്തിന് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ പോവുക? എങ്ങനെയെങ്കിലും ഇറങ്ങാം നമുക്ക്. എങ്ങനെയൊക്കെ നമ്മളെ നശിപ്പിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് ഈ അഡ്വഞ്ചർ. അയ്യോ 30 മിനിറ്റ് വെറുതെ പോയി. 30 മിനിറ്റ് ആവാറായിട്ടില്ല, അതിനും 24 മിനിറ്റ് ആയിട്ടുള്ളൂ. അയ്യോ, അങ്ങനെ 24 മിനിറ്റ് തന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. ശരി വാ, എവിടെയാ വീട് നമ്മൾ? നമ്മൾ ലെസ്റ്റർ താത്തൻ്റെ വീട്ടിലെത്താൻ നമ്മൾ വീണേ. നമുക്കിപ്പോൾ തന്നെ പോയി ലെസ്റ്റർ ഇല്ലെങ്കിൽ താഴെ വീട്ടിൽ ലെസ്റ്ററിൻ്റെ കൂടായിരിക്കും ഫസ്റ്റ് നശിക്കുക. ശരി, നമുക്കിപ്പോൾ തന്നെ ലെസ്റ്റർ പോയിട്ട് കുറച്ച് സംസാരിക്കാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. പോയിട്ട് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ? ആ ഭക്ഷണം തിന്നാം. ഓക്കെ, ലെസ്റ്റർ താത്ത എന്താണ്? ഓ, ഇത് സംഭവമല്ല. ഇതെങ്ങനെയാണ്? ഇത് ഒരിക്കലും നടക്കാനേ പോലുള്ള. ഇത് എന്താണ് നിങ്ങൾ വിചാരിച്ചില്ലേ അത് നശിച്ചെന്ന ആറ്റം ബോംബ്? പക്ഷെ നശിച്ചിട്ടില്ല. എന്താണ് പറയുന്നത്? മൈക്കിൾ, ട്രെവർ, ലക്കി,
നിങ്ങൾക്ക് എങ്ങനെയാ വന്നേ? ലിസ്റ്റ് വിളിച്ചിട്ട് പാർക്കലാണ് നീ ഇവിടെ വന്നെന്ന്. ശരി ഫ്രണ്ട് കൂട്ടുകാരോ, നീ സാധിച്ച് അതിനെ നീ നശിപ്പിച്ച്. ഇല്ല, ലിസ്റ്റ് തോത്ത എന്തൊക്കെ പറയുകയാണ്. അറിയില്ല. തന്നെ അവർക്ക് ഫസ്റ്റ് തന്നെ അറിയായിരുന്നു നമ്മൾ അതിനെ പൊട്ടിക്കാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് അവർ വീണ്ടും ഒരു പുതിയൊരു ആറ്റം മൊബൈലെ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ താഴോട്ട് വീണ 10 മടങ്ങല്ല 20 മടങ്ങ് അധികമാണ്. അതായത് ഈ ഉലകത്തിലുള്ള 2-3 രാജ്യത്തിന് അതിൻ്റെ എഫക്റ്റ് പോകും. എന്താണ് പറയുന്നത് നിങ്ങൾ? അപ്പോൾ സാറ്റിസ്ഫൈഡ്. അപ്പോൾ അങ്ങനെ കുറേ രാജ്യങ്ങൾ പോകും. നമ്മളിവിടെ കുറേ സമയം നിൽക്കുമ്പോഴും നമുക്കിപ്പം തന്നെ ഇവിടെ എസ്കേപ്പ് ആവണം. അതുപോലെ തന്നെ നമുക്കിത് എസ്കേപ്പ് ആവണം. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇനി അത് താഴെ വീഴുന്നതിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ രക്ഷിക്കണോ? ഇല്ലേ, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത എന്താ? നമ്മളീ നശിപ്പിക്കുന്നത് രക്ഷിക്കണോ? നീ എന്താണ് പറയുന്നത്? അതിപ്പോൾ താഴെ എത്തി. നമ്മളിപ്പോൾ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് എന്തെങ്കിലും ഇപ്പോൾ ചെയ്താൽ പിന്നെ ഈ സിറ്റിയല്ല, ഈ ഭൂമിക്കും അതിൻ്റെ അപകടത്തും. നിങ്ങൾ പറഞ്ഞത് അനുസരിച്ച് നോക്കുമ്പോൾ ശരി, വാ നമുക്കിപ്പോൾ തന്നെ പോവാം. എനിക്ക് വയ്യ, എന്നാലും എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വേണ്ട. അയ്യോ, എനിക്ക് ഇപ്പോൾ നോക്കിയിട്ട് ഇത് പഴുക്കുന്നുണ്ടല്ലോ. ശരി വാ, നമ്മൾ ട്രവർ കാത്തിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. ശരി വാടാ, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം അങ്ങോട്ടേക്ക്. ഓക്കെ, പെട്ടെന്ന് കയറി നമുക്ക് ഇപ്പോൾ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാം. നാടിനെ രക്ഷിച്ചിട്ടൊന്നും എനിക്കൊരു ഇതുമില്ല. ശരി പെട്ടെന്ന് എല്ലാം കയറി പെട്ടെന്ന്. ഓക്കെ, എല്ലാവരും കയറുന്നതാണ് പറഞ്ഞത്. ലക്കി നീ എന്താ കയറത്ത്? എനിക്ക് ലക്കി നീ എന്താ കയറത്ത്? പെട്ടെന്ന് പറയടാ. എനിക്ക് ലെസ്റ്റർ സ്ഥലം വിടുന്നില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എന്താണ് വണ്ടി വിടുക? പട്ടി പോട്ടെങ്കിൽ പോട്ടെ. നീ ഇപ്പോൾ വണ്ടി വിട്ടോട്ടെ, പെട്ടെന്ന് വണ്ടി വിടും. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവാം. എന്താ പറയുന്നത് നിങ്ങൾ? ലക്കി ഇല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു പടി പോലും പുറത്തോട്ട് ഇറക്കൂല. നിങ്ങൾ ഇപ്പം തന്നെ ലക്കിനെ ഇങ്ങോട്ടേക്ക് കേട്ടണോ? എന്നെ വിട്ടു കേട്ടോ, ഞാനിപ്പോൾ വിട്ടു. പക്ഷേ നിങ്ങളിപ്പോൾ പോയിക്കോളൂ. ശരി ശരി വാ, നമുക്ക് ഇപ്പം തന്നെ പോവാം ഇങ്ങോട്ടേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ പോവാണേ. ഓക്കെ, എങ്ങനെയെങ്കിലും പോവാം. ഓക്കെ, വരും, നമുക്ക് ഇപ്പം തന്നെ എടുത്ത് എസ്കേപ്പ് ആവാം. വഴി ഇങ്ങോട്ടേക്ക് പോകണ്ടേ? നേരെ പോടാ, വിളക്കണ്ണേ. ശരി, ലെഫ്റ്റ് എടുക്കിപ്പോ. ഓക്കെ, ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോയിക്കോ. ശരി, നേരെ പോകുന്നു. എടാ, നിന്റെ കാലെന്താണ് ഇത്രയൊക്കെ സ്ലോയിൽ പോകുന്നത്? എന്തൊക്കെ ഒരു 1000 കിലോമീറ്റർ സ്പീഡിൽ പോകണാ. എന്താണ് നീ പറയുന്നത്? ഇപ്പോൾ നോക്കിയിട്ട് ചെറിയ സ്പീഡിലാണ് പോകുന്നത്. അയ്യോ, ഇവരാണെങ്കിൽ വണ്ടി ഇടിക്കുന്നത്. അയ്യോ, എന്നാ നോക്കി ഓടിക്കണം തോന്നുന്നത്. ഇനി എങ്ങോട്ടേക്ക് പോകണം? നേരെ റൈറ്റ് എടുത്തോ. എവിടേക്കോ പറയുന്നത് മണ്ണ് റോഡാണ്. ഇവര് വണ്ടിയാണെങ്കിൽ ഓഫ് റോഡോന്നും അറിയില്ല. എന്തുകൊണ്ട് ഓഫ് റോഡാ? ശരി, ഇപ്പോൾ നല്ല കയറിപ്പോ. ശരി, വരി, നമുക്കിപ്പോൾ തന്നെ പോവാം. ഇനി എങ്ങോട്ടേക്ക് പോകണ്ടേ? ഇനിയും കുറച്ച് മണ്ണ് റോഡിൽ പോവാം. ശരി, മണ്ണ് റോഡിൽ പോകുന്നുണ്ട്. അയ്യോ, ഇവിടെയാണെങ്കിൽ വലിയൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെയാ പോവാന്ന് അറിയില്ലല്ലോ. എന്താണോ നീ റൈറ്റ് എടുക്കോ? എന്ത് റൈറ്റാ? തിരിച്ചു റൈറ്റാ? അയ്യോ, ഇവിടെ ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ. അയ്യോ, പോച്ചടാ അമ്മേ. അല്ല, ബാക്കിൽ 2 ആൾക്കാർ ഇരുന്നിട്ടില്ല. 2 ആൾക്കാർ എടുത്തു. താഴെ വീണല്ലേ. എന്തോടോ വണ്ടി ഓടിക്കുന്നു? മറ്റൊരു ഓടിക്കടാ. എന്താണ് നിങ്ങൾ പറഞ്ഞ വഴിയല്ല വന്നേ? ഇപ്പം എന്നെ പറയുന്നു. എടാ താത്ത ഈരകത്തോ അങ്ങോട്ടേക്ക് വന്നേ. അതൊക്കെ അങ്ങിരിക്കുന്ന സേഫാണ്, ഇവിടെ ഇരിക്കുന്ന സേഫ്. എന്താണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? അതാ ഇവിടെ കുറേ പാറകളായിട്ടാണ് ഇരിക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, വണ്ടി എടുത്തിട്ട് നേരെ ഒറ്റ വിടണം. ഓക്കെ, ഇനി എവിടെയാ? നേരെ പോടാ. നേരെ പോവാനേ പറയുന്നത്. എവിടെ പോവാനായിട്ടാണ് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലപ്പ. ശരി, നേരെ പോയി ഇത് മതി. ഒന്നും ചേർന്ന് കൊടുത്ത് നിർത്തി. എന്താക്കണം അധികമായിട്ട് തന്നെ? എന്താ നീ ചെയ്തിപ്പോ? നമ്മൾ പറ്റിച്ചല്ലേ. എവിടെയാ സീക്രട്ട് പ്ലേസ്? അതോടെ പൊട്ട അവിടെയാ ഉള്ള. അവിടെ നോക്കിയാൽ അത് തുറങ്ങും പോലെ അവിടെ. ഓക്കെ, അങ്ങോട്ടേക്ക് പോകണം പെട്ടെന്ന്. ശരി, നമുക്കിപ്പോൾ തന്നെ പോകാം കേട്ടോ. ഓക്കെ, വരൂ. ഇനി എൻ്റെ കണക്കൂടുതൽ കുറച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ അടുത്ത് വന്ന് വേഗം പെട്ടെന്ന് കയറി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കറേ. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ആയിട്ട് വീഡിയോ ചെയ്ത് ഓക്കെ, നമ്മൾ കയറിയുണ്ട്.